ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനകം നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി 3ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് അതിൽ ചെയ്യാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. നമ്മൾ കേൾക്കുമ്പോൾ ശരിയാവുമെന്നൊക്കെ തോന്നും, പക്ഷേ നമ്മളത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ്റെ കണക്കാണ് ഇവിടെ ഉള്ളത്. അനദർ ഫോം ഓഫ് ഫ്രാക്ഷൻ ഇൻ കോളം എ ഈസ് ഗിവൺ ഇൻ കോളം ബി. ഇപ്പം കോളം എയിലും കോളം ബിയിലും കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് മാച്ച്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ മാച്ച് ചെയ്യുന്നത് ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം മാച്ച് ചെയ്ത് നോക്കാം, എന്നിട്ട് ഈ ഓപ്ഷൻസ് വായിച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെ 5/6 ആണ് തന്നിരിക്കുന്നത്. 5/6 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച എല്ലാ ഡിനോമിനേറ്ററും 12 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഡിനോമിനേറ്റർ 12 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കറിയാം 6നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും 5നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 5 × 2 എന്ന് പറയുമ്പോൾ 10/12. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? 5/6നെ 10/12ലേക്ക് നമുക്ക് മാച്ച് ചെയ്യാം. നെക്സ്റ്റ് 3/4 ആണ് വരുന്നതും, അതും നമുക്ക് ഡിനോമിനേറ്റർ 12 ആണ് ആവേണ്ടത്. അപ്പോൾ 12 കിട്ടണമെങ്കിൽ 4നെ എന്തുകൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം? 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 4 × 3 12. അപ്പോൾ നമ്മൾ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 3 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3 × 3 9. അപ്പോൾ 9/12 ഉണ്ടോ നോക്കാം. യെസ്, 9/12 ഇവിടെ ഉണ്ട്. ലാസ്റ്റ് വൺ 2/3 ആണ്. 2/3ക്കും നമുക്ക് എന്താണ് 12 ആണ് ഡിനോമിനേറ്റർ കിട്ടേണ്ടത്. 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക? 4 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക. അപ്പോൾ നമ്മൾ 2നെ എന്തുകൊണ്ട് സ്വാഭാവികമായിട്ട് 4 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും 8. ഓക്കെ, 8 കിട്ടും. അപ്പോൾ അതിവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസും കിട്ടി. എന്തൊക്കെയാണ്? എ നമുക്ക് എന്താണ് 3 ആയിട്ടാണ് യോജിപ്പിക്കേണ്ടത്. എ നമ്മൾ 3 ആയിട്ടാണ് മാച്ച് ചെയ്തത്. അതേപോലെ ബി നമ്മൾ 1 ആയിട്ടാണ് മാച്ച് ചെയ്തത്. സി നമ്മൾ ബിയു ആയിട്ടാണ്, അതായത് 2 ആയിട്ടാണ് മാച്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. A3 B1 C2. ഇതാണ് നമ്മുടെ ആൻസർ. A3 B1 C2. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ആദ്യം നമ്മൾ ഇതൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഈക്വൽ ഡിനോമിനേറ്റർ ആക്കാനാണ് നമ്മുടെ പ്രോബ്ലം. ഇത് നമ്മളിപ്പോൾ ഇതിനകം തന്നെ ഇത് 2ാമത്തെ ഈ ടൈപ്പ് പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾ അത് എന്തായാലും പഠിച്ച് വെക്കുക. 5/6ന് നമുക്ക് ഡിനോമിനേറ്റർ ഇവിടെ എല്ലാം 12 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ്. 6നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12. അപ്പോൾ നമ്മൾ 5നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് 10. അപ്പം 10/12. അപ്പോൾ നമുക്ക് A3. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 45/54 32/72. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതാനാണ്. അപ്പോൾ സിംപ്ലസ്റ്റ് ഫോം എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഈ 45ൻ്റെ 54ൻ്റെ ഒക്കെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതാണ് ഇതിൻ്റെ മൾട്ടിപ്പിൾ വരുന്നത് നോക്കാം. ഇപ്പോൾ 1 × 5 5ൻ്റെ അതാണ്, 54ൻ്റെ അതാണ്. അപ്പോൾ 45ലും 54ലും കോമൺ ആയിട്ട് പോകുന്നത് ഏറ്റവും വലിയ സംഖ്യ അറിയാമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് അത് ചെയ്യാം. ഇനി അതല്ല നമുക്ക് അറിയുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം 2 കൊണ്ടും 3 കൊണ്ടും, ഒന്നെങ്കിൽ 2 കൊണ്ടായിരിക്കും, അതായത് ഈവൻ നമ്പർ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന്. ഓഡ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുക 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്, എങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ 45ഉം 54ഉം നിങ്ങൾക്കറിയാം കോമൺ ആയിട്ട് പോകുന്നത് ഏതാണ്? 9 ആണല്ലേ. ഇപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾസ് നമുക്ക് നോക്കാം വെച്ചാൽ 9, 18, 27, 36, 45, 54. ഓക്കെ, 9 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 9നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 45 / 9, 54 / 9.
45 9ൽ എത്ര ടൈംസ് പോകും? 5 ആണ്. 54 9ൽ എത്ര ടൈംസ് പോകും? 5/6 ആണ്. ഇനി അതല്ല, നമുക്ക് 9 എന്ന് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 45ഉം 54 നമുക്കറിയാം 3ൽ പോകുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ 3 വെച്ച് ചെയ്യാം. ഓക്കെ, 45 3ൽ എത്ര ടൈംസ് പോകും? 15 ടൈംസ് പോകും. 54 എത്ര ടൈംസ് പോകും? നമുക്കറിയാം എത്ര ടൈംസ് പോകും? 18 ടൈംസിൽ പോകും. ഇതൊക്കെ നമുക്ക് 3 ഒക്കെ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ അറിയണം, എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഇനി അഗെയിൻ നമുക്ക് ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. 3 അല്ലേ? അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 3 5, 18 ഡിവൈഡഡ് ബൈ 3 6. അപ്പോഴും നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് അറിയാമെങ്കിൽ ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 32 72 ആണ്. അതും ഇതേ തന്നെയാണ്. ഈ GCD കോമൺ ഡിവൈസർ ഏതാണ്? 8 ആണ്. അപ്പോൾ 8ൻ്റെ മൾട്ടിപ്പിൾസ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ 32 ഡിവൈഡഡ് ബൈ 8, 72 ഡിവൈഡഡ് ബൈ 8. 32 ഡിവൈഡഡ് ബൈ 8 എത്ര? 4 ആണ്. 72 ഡിവൈഡഡ് ബൈ 8 9 ആണ്. അപ്പോൾ നമുക്ക് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 32/72 ഈസ് 4/9 എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതെല്ലാം നമുക്കിത് അറിയുന്നില്ല പെട്ടെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 32 ഡിവൈഡഡ് ബൈ 72. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് അറിയാവുന്ന 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16 കിട്ടും. അതായത് 32ൻ്റെ പകുതി 16. പിന്നെ 72 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 36 ആയിരിക്കും. ഇനിയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 8 ആയിരിക്കും. 36 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. ഓക്കെ, ഇനിയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4/9 കിട്ടി. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. 2 കൊണ്ടോ 3 കൊണ്ടോ നമുക്ക് അറിയാവുന്ന എല്ലാം അതിൽ കോമൺ ആയിട്ട് പോകുന്നതിനെ കൊണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് രണ്ടാമത്തെ പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് 20 liters of coconut oil is filled into 6 identical bottles, how many liters of coconut oil will be each bottle? അപ്പോൾ നമുക്കുള്ളത് കോക്കനട്ട് ഓയിൽ എത്രയാണ്? 20 liters ആണ് അല്ലേ? അത് നമുക്ക് 6 ബോട്ടിൽസിലേക്ക് നിറയ്ക്കണം അല്ലേ? 6 ഇങ്ങനത്തെ ബോട്ടിലേക്ക് നിറയ്ക്കണം. അതെന്ത് ചെയ്യണം? ഐഡൻറ്റിക്കലാണ്, അതായത് ഒരേപോലെ നിറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ ടോട്ടൽ കോക്കനട്ട് ഓയിലിനെ ബോട്ടിൽസുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതായത് 20 ഡിവൈഡഡ് ബൈ എത്രയാണ്? 20 liters ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എമൗണ്ട് പെർ ബോട്ടിൽക്കാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 20 liters ഡിവൈഡഡ് ബൈ 6. ഇവിടെയും നമ്മൾ കോമൺ ഡിവൈസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 10, 6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 3. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഇങ്ങനെ മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതണം. അപ്പോൾ നമുക്കറിയാം 3 ആണ് ഇവിടെ എന്ത് വന്നത്? ഡിനോമിനേറ്റർ വന്നത്. അപ്പോൾ 3/3 പ്ലസ് 3/3 പ്ലസ് 3/3. ഇനി 3ൽ എത്ര ബാക്കിയുണ്ട്? 3 3 6 6 3 9. ഇനി ബാക്കിയുള്ള 10ൽ എത്രയാണ്? 1 1/3 ഇങ്ങനെ എഴുതി. ഇനി 3/3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 3/3 എന്ന് പറയുമ്പം ഓൾസോ ഈക്വൽ ടു 1. 3/3 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 1 പ്ലസ് 1/3. അപ്പോൾ 1 1 2 2 1 3 3 1/3 ലിറ്റർ. ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിച്ച് നോക്കുക, വായിച്ചിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. 20 liters ഓഫ് കോക്കനട്ട് ഓയിൽ എന്നാണ് പറഞ്ഞത്. അത് 6 ബോട്ടിലാക്കണം. അപ്പോൾ 20/6 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്കാക്കി 10/3 ഇതിലത്തെ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാ ചെയ്ത് തന്നെയാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. എ റെക്റ്റാങ്കുലർ വെസൽ വിച്ച് ഈസ് 80 cm ലോങ് 80 cm ലോങ്. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 80 cm, 20 cm width, 20 cm width and 25 cm height. ഇത്രയാണുള്ളത്.
അപ്പോൾ അതിൻ്റെ ഹാൻഡ് ഹൈറ്റ് ഹാഫ് വാട്ടർ ഓഫ് ഇറ്റ്. അതിൽ എത്ര ഉള്ളത്? വെള്ളം പകുതിയാണുള്ളത്. വെസലാണ്, ഈ പാത്രത്തിൻ്റെ അളവാണ് ഈ തന്നിരിക്കുന്നത്. അതിൽ വെള്ളം പകുതിയാണുള്ളത്. എ ക്യൂബ് ഓഫ് സൈഡ് 20 സെൻറ്റിമീറ്റർ ഈസ് ഇമേഴ്സ്ഡ് ഇൻ ഇറ്റ്. അതിലേക്ക് ഇങ്ങനെയാണ് നമ്മുടെ വെസലുള്ളത്. വെസലിന് ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റൊക്കെയാണ് ഈ തന്നിരിക്കുന്നത്. അതിലേക്ക് ഈ 20 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ക്യൂബ് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഓക്കെ, ഫൈൻഡ് ദ കപ്പാസിറ്റി ഓഫ് ദ വെസൽ. നമ്മൾ കാണേണ്ടത് വെസലിൻ്റെ കപ്പാസിറ്റിയാണ്. പിന്നെ അടുത്തത് വോളിയം ഓഫ് ദ ക്യൂബ്. ഈ വെസലിൻ്റെ കപ്പാസിറ്റി നമ്മൾ ആദ്യം കാണണം. പിന്നെ ഈ ക്യൂബിൻ്റെ വോളിയം ആണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ് എന്താണ്? ഫൈൻഡ് ദ റൈസ് ഇൻ വാട്ടർ ലെവൽ ഇൻ സെൻറ്റിമീറ്റർ വെൻ ക്യൂബ് ഈസ് ഇമേഴ്സ്ഡ് ഇറ്റ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാത്രമാണല്ലോ, നമ്മൾ ഇത്രയും ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള പാത്രം. അതിലേക്ക് പകുതി വെള്ളമുണ്ട്. അതിലേക്ക് ഈ ക്യൂബില്ലേ, ക്യൂബ് എത്ര? 20 സെൻറ്റിമീറ്റർ ഉള്ള ക്യൂബ് നമ്മൾ ഇടുമ്പോൾ എന്താ സംഭവിക്കുക? ഈ വെള്ളം അങ്ങോട്ട് തെറിച്ച് പോവുമല്ലോ. നമ്മളൊരു സാധനത്തിലേക്ക് ഒരു വെള്ളം ഉള്ളതിലേക്ക് നമ്മൾ ഒരു സാധനം ഇട്ടിൻ്റെ വെള്ളം അങ്ങോട്ട് തെറിച്ച് പോവും അല്ലേ? അപ്പോൾ വെള്ളം കുറച്ച് പോവും. അപ്പോൾ യു ഫൈൻഡ് റൈസ് ഇൻ വാട്ടർ ഇൻ സെൻറ്റിമീറ്റർ വെൻ ദ ക്യൂബ് ഈസ് ഇമേഴ്സ്ഡ് ഇറ്റ്. അപ്പോൾ ഈ ക്യൂബ് ഈ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ ഈ വാട്ടർ ലെവൽ ഒന്ന് കൂടുമല്ലോ അല്ലേ? അതെത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ 2 ചോദ്യം നമുക്ക് വളരെ ഈസിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, പാടൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം. പിന്നെ ഇനി നാലാമതായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് കുറേ സ്റ്റേറ്റ്മെൻറ്റാണ്. 4 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതിലേത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയാണ് ചോദ്യം. നമ്മളിതുവരെ പറഞ്ഞ ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ നമ്മുടെ വോളിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ് നമ്മുടെ വോളിയം. അത് നമ്മൾ ആ ഇക്വേഷൻസ് അങ്ങനെ എഴുതി വെക്കുക. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ കപ്പാസിറ്റി ഓഫ് ദ വെസൽ. വെസലിൻ്റെ കപ്പാസിറ്റിയാണ് കാണേണ്ടത്. അതിൻ്റെ ലെങ്ത്തൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് കാണാം. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 8 × 20 × 25 ഉണ്ട്. നമുക്ക് അത് കാണാം. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 80 ആണ്, വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 20 ആണ്, ഹൈറ്റ് എന്ന് പറയുമ്പോൾ 25 ആണ്. ഓക്കെ, 25 ആണ്. അപ്പോൾ നമ്മൾ 80ഉം 20ഉം 80 × 20 എന്ന് പറഞ്ഞാൽ 1600 × 25. 1600 × 25 നമ്മൾ ചെയ്തു നോക്കുകയാണ്. 1600 × 25. അപ്പോൾ നമുക്ക് കിട്ടുക 40,000 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് വെസൽ ഈസ് 40,000 ക്യൂബിക് സെൻറ്റിമീറ്റർ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ഇതൊക്കെ നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വോളിയം ഓഫ് ദ ക്യൂബാണ്. ക്യൂബിൻ്റെ 20 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, ക്യൂബ് 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് ക്യൂബിൻ്റെ സൈഡ്സൊക്കെ ഈക്വലാണ്. അപ്പോൾ വോളിയം ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ ഇവിടെ 20 × 20 × 20 20 × 20 × 20 എന്ന് പറഞ്ഞാൽ 2 × 2 4 4 × 2 8. അപ്പോൾ എത്രയാണ്? 8000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് എന്താണ് ക്യൂബിൻ്റെ വോളിയം. അതും നമുക്ക് ഇവിടെ കിട്ടും. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫൈൻഡ് ദ റൈസ് ഇൻ വാട്ടർ ലെവൽ ഇൻ സെൻറ്റിമീറ്റേഴ്സ് വെൻ ദ ക്യൂബ് ഈസ് ഇമേഴ്സ്ഡ്. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം എത്രയാണെന്ന് അറിയാമല്ലോ, നമുക്ക് 8000 ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി ഈ ക്യൂബ് ഇട്ടുമ്പോൾ അതിൻ്റെ വാട്ടർ ലെവൽ ഹൈറ്റ്, അതായത് ഹൈറ്റ് എത്ര കൂടിയെന്നാണ് ഈ ചോദ്യം. റൈസ് ഇൻ ദ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കൂടുമല്ലോ നമ്മൾ ക്യൂബ് ഇങ്ങോട്ട് ഇട്ടാൽ. അപ്പോൾ അത് എത്ര കൂടി എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യന്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി 80 സെൻറ്റിമീറ്റർ എന്ത് തന്നിട്ടുണ്ട്? ലെങ്ത് ഉണ്ട്, 20 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ഉണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് എത്ര ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ക്യൂബ് ഇട്ടപ്പോൾ ഉള്ള അതിൻ്റെ ഹൈറ്റ്, വാട്ടർ ലെവൽ കൂടി. അപ്പോൾ അതിൻ്റെ ആ ഒരു ലെവൽ എത്ര കൂടി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 80,000 80 × 20 എന്ന് പറയുന്നത് എത്രയാണ്? 1600. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ എച്ചും കണ്ടുപിടിക്കണം. അപ്പോൾ എച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 8000 / 1600. ഓക്കെ,
അപ്പോൾ നമ്മൾ 1600 ആകുമ്പോൾ 0 കട്ട് ചെയ്തു. 80ൽ 16 എത്ര ടൈംസ് പോവും? നമ്മൾ 80ൽ 16 എത്ര ടൈംസ് പോവും? 5 ടൈംസ് ആണ് പോവുക. അപ്പോൾ നമ്മുടെ ഹൈറ്റ് ഇവിടെ എത്രയാണ്? 5 സെൻറ്റിമീറ്ററാണ് കൂട്ടിയത്. അപ്പോൾ മനസ്സിലായല്ലോ. ആദ്യം നമ്മളിവിടെ നേരത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മുടെ ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 20 × 20 ക്യൂബ് എന്ന് പറയുമ്പം എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 20 × 20 × 20 നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് 8000 കിട്ടി. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഈ ക്യൂബ് ഇട്ടപ്പോൾ എന്തായാലും വെള്ളത്തിലേക്ക് വാട്ടർ ലെവൽ ഒന്ന് കൂടും. ആ വാട്ടർ ലെവൽ എത്ര എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ആ വാട്ടർ ലെവൽ കൂടുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ പുതിയ ഹൈറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേണ്ടത്? പണ്ടത്തെ തന്നെ 18, 20 ലെങ്ത്തും വിഡ്ത്തൊക്കെ അത് തന്നെ നമ്മൾ എടുത്താൽ മതി. പക്ഷേ നമ്മൾ ഹൈറ്റ് പുതുതായിട്ട് കാണണം. അതിന് നമ്മൾ എന്താ ചെയ്തത്? 80,000 ഡിവൈഡഡ് ബൈ ഈ 80ഉം 20ഉം ഇൻറ്റു ചെയ്ത 1600 ഇട്ടു. അപ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്തു. 80/16 ദാറ്റ് ഈസ് 5 സെൻറ്റിമീറ്ററാണ് നമ്മുടെ വാട്ടർ ലെവൽ കൂടിയത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യന് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഓരോന്നായിട്ട് വായിച്ച് നോക്കുക. ഗിവൺ ബിലോ ആർ സം ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് റിട്ടൺ ബൈ സീന റിഗാർഡിംഗ് ദ വോളിയം. വോളിയത്തിനെ കുറിച്ച് സീന കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. If only length of a rectangular block is doubled, the volume will increase 4 times. അപ്പം ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ലെങ്ത്ത് ഡബിൾ ആക്കിയാൽ വോളിയം 4 പ്രാവശ്യം ഇൻക്രീസ് ചെയ്യുമെന്നാണ് സീന പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ നോക്കാൻ നമ്മളൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നമ്മളെ ലെങ്ത്ത് ഇവിടെ 10 ആണെന്ന് വിചാരിക്കുക. ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ നമ്മുടെ വോളിയം എന്ന് പറയുന്നത്. വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് 2 കൊടുക്കാം. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 കൊടുക്കാം. ജസ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിളാണ് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലെങ്ത്ത് നമ്മൾ സാധാരണ വോളിയം എത്രയായിരിക്കും? നമുക്ക് 10 × 2 × 5 അല്ലേ? 10 × 2 × 5. അപ്പോൾ നമ്മൾ വോളിയം കാണാൻ 10 × 2 എന്ന് പറയുമ്പോൾ 20 × 5 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 100 ആയി. ഇതാണ് നമ്മുടെ ആദ്യത്തെ വോളിയം. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലെങ്ത് ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഡബിൾഡ്. അതായത് ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ഡബിൾ ആക്കുക, ഇരട്ടിയാക്കുക. അപ്പോൾ 10ൻ്റെ ഇരട്ടി എത്രയാണ്? 20 ആണ്. 20 ആക്കിയാൽ ഈ വോളിയം എത്ര ആവുമെന്നാണ് ഇതിൽ പറയുന്നത്? 4 ടൈംസ് ആവുന്നു, 400 ആവുന്നു, 400 ആവുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ 400 ആവുമെന്ന് നമുക്ക് നോക്കാം. ലെങ്ത്ത് എന്ന് പറയുന്നത് സ്ഥലത്ത് 20 കൊടുത്തു, 2 × 5. ഇപ്പോൾ 20 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 20 × 2 എന്ന് പറയുന്നത് 40. 40 ഗുണിക്കണം 5. 40 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ്. അപ്പോൾ ലെങ്ത്ത് ഇരട്ടിയാക്കിയപ്പോൾ വോളിയം ഡബിൾ ആയോ അല്ലെങ്കിൽ 4 ടൈംസ് ആയോ? ഡബിൾ ആയിട്ടാണ് ഉള്ളത്, 4 ടൈംസ് ആയിട്ടില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമ്മളെന്താണ്? വോളിയം ഡബിൾ ആക്കിയാൽ നമ്മുടെ ലെങ്ത്ത് ഡബിൾ ആക്കിയാൽ നമ്മുടെ വോളിയം 4 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റത്തെ തെറ്റാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് തെറ്റാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് ദ വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഈസ് ടു ബി ഡബിൾഡ്. വോളിയം ഡബിൾ ആക്കാണ്. ദ വിഡ്ത്ത് ഷുഡ് ഇൻക്രീസ് 4 ടൈംസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ലെങ്ത്ത് ആൻഡ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതും തെറ്റാണ്. നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തെറ്റായ ഉത്തരമാണ് നോക്കാം. തേർഡ് ഓപ്ഷനിൽ എന്താ തന്നിരിക്കുന്നത്? ഇഫ് ദ വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഈസ് ടു ബി 4 ടൈംസ് എനി ഓഫ് ഇറ്റ്സ് മെഷേഴ്സ് ലെങ്ത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഷുഡ് ബി ഡബിൾഡ്. അത് ശരിയാണ്. നമ്മൾ നേരത്തെ ചെയ്തല്ലോ. ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പം നമുക്ക് എന്താണ് 4 ടൈംസ് നമ്മൾ ഡബിൾ ചെയ്തപ്പോൾ നമുക്ക് 4 ടൈംസ് ആണ് കിട്ടിയത്. അപ്പോൾ അത് ശരിയാണ്. ഇഫ് ദ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആർ ഡബിൾഡ് ദ വോളിയം ഇൻക്രീസസ് 8 ടൈംസും. അതും ശരിയാണ്. അത് നമ്മൾ ചാപ്റ്ററിൽ ചെയ്തിരുന്നു ഇതേ ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് ശരിയായിരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ ഏതാണ്? 3rd and 4th ആണ് നമ്മുടെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ബി ആണ് ആൻസർ. അപ്പോൾ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. കാരണം നമുക്ക് എല്ലാ ഓപ്ഷൻസും നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം.
നോക്കണം, എന്നാലും നമുക്കിതിൽ കറക്റ്റാണോ നോക്കാൻ പറ്റും. നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് ആദ്യമൊക്കെ തരിക ഈ ഒരു ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് ആൻസർ എഴുതാനായിരുന്നു. ഇതിൽ നേരെ തിരിച്ചാണ് ഇപ്പോൾ തന്നെ. കുറച്ചും കൂടി നമ്മൾ എല്ലാ ഓപ്ഷൻസും വർക്കൗട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ആൻസറിലേക്ക് എത്താൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ.